നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അർജന്റീൻ ദേശീയ ടീമിൻ്റെ നായകനാണ് ലിയോ മെസ്സി. മെസ്സി ഒരു ലീഡറാണ് എന്ന് മാത്രമല്ല, തൻ്റെ സഹതാരങ്ങളോട് മെസ്സി സംസാരിക്കുമ്പോൾ അതിലൂടെ കൈമാറുന്ന ആശയങ്ങൾ പോലെ മറ്റൊരാൾ ചെയ്യുന്നത് താൻ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. സ്കലോനിയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. മൂവി സ്റ്റാർ ഫുട്ബോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മറ്റു മാധ്യമങ്ങളും അവർ ഉദ്ധരിച്ചുകൊണ്ട് അത് പബ്ലിഷ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മെസ്സി തീർച്ചയായിട്ടും ഫുട്ബോളിലൊരു ലീഡറാണ്. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും, റൈറ്റ് വേർഡ്സ് അദ്ദേഹം ഉപയോഗിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം ടീംമേറ്റ്സിനോട് കാര്യങ്ങൾ സംവദിക്കുന്ന തരത്തിൽ ആ ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ പോലെ ഒന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. മറ്റൊരു ഫുട്ബോളറും അതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരാളിലും അതുപോലെയുള്ളൊരു വ്യക്തിത്വം, ഒരു മികവ് ഞാൻ കണ്ടിട്ടില്ല. ഇത് തീർച്ചയായിട്ടും ഇൻക്രെഡിബിളാണ്. അത് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും, ആളുകൾ അത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അദ്ദേഹം എന്താണ് പറയുന്നത്, സംസാരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്താണ്, അതുപോലെ ടീംമേറ്റ്സ് അദ്ദേഹത്തെ എങ്ങനെയാണ് ഉറ്റുനോക്കുന്നത്, അവർ അദ്ദേഹത്തെ അത്രയധികം അഡ്മിറേഷനോട് കൂടി ഉറ്റുനോക്കുന്നു, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നത്. മെസ്സി സംസാരിക്കുമ്പോൾ അതിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ആ സഹതാരങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള അഡ്മിറേഷനും എല്ലാം കൂടി ചേരുമ്പോൾ അദ്ദേഹം കൈമാറുന്ന ഒരു സന്ദേശമുണ്ട്, സഹതാരങ്ങളിലേക്ക് കൊടുക്കുന്ന സന്ദേശം. അത് മറ്റൊരാളും കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. അത്രയധികം ഇൻഫ്ലുവൻസ് സഹതാരങ്ങളിൽ ഉണ്ടാക്കാൻ ലിയോ മെസ്സിക്ക് കഴിയുന്നു. അതാണ് മെസ്സി എന്ന ലീഡറുടെ ഏറ്റവും വലിയ മികവ് എന്ന് ഇപ്പോൾ ലയണൽ സ്കലോനി പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കണ്ടുവെത്താം.